പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനിയുടെ ഫോർമാറ്റും, അതായത് ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഫോർമാറ്റും അതിൽ ഉൾപ്പെടുന്ന ഐറ്റംസിനെ കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ എന്താണ് റിസർവ്, പ്രൊവിഷൻ, ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ആ ക്ലാസ്സുകളിൽ നല്ല രീതിയിൽ മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾക്ക് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന പ്രോബ്ലം നല്ല ഈസിയായി തന്നെ ചെയ്യുവാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഫൈനൽ അക്കൗണ്ട് ഒരു പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നല്ല രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിശദമായ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമുക്കൊരു പ്രോബ്ലംസിലേക്ക് കടക്കാം. ശ്രീദേവി ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് നോമിനൽ ക്യാപിറ്റൽ ഓഫ് ₹5 lakh divided into shares of 100 each. The following trial balance is extracted from the books of 31st March 2015. ശ്രീദേവി ലിമിറ്റഡ് കമ്പനിയുടെയാണ് നമ്മൾക്കൊരു ട്രയൽ ബാലൻസ് തന്നിട്ടുള്ളത്. ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ് അവിടെ ഓതറൈസ്ഡ് അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ഡിവൈഡ് ചെയ്യുന്നത് ഒരു ഷെയറിന് 100 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 5 ലക്ഷം രൂപയാണ് വരുന്നതെങ്കിൽ ഒരു ഷെയറിന് 100 രൂപ വെച്ചിട്ടാകുമ്പോൾ നമ്മൾക്ക് എത്ര ഷെയർ ഉണ്ടാവാം എന്ന് നമുക്ക് അതിൽ നിന്ന് കണക്കൂട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ 5000 ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്. 5000 ഷെയർ ഇൻറ്റു 100, അതാണ് 5 ലക്ഷം രൂപയായിട്ട് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ 5000 നമ്മളെന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് ക്യാപിറ്റലാണിത്. അപ്പോൾ 5000 ഷെയർ വരെ അവർക്ക് ഇഷ്യൂ ചെയ്യാം. 5000 ഷെയർ വരെ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാം. അതാണ് ഇവിടെ ഓതറൈസ്ഡ് ക്യാപിറ്റലായിട്ട് പറയുന്നത്. പിന്നീട് ഒരു ട്രയൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. ആ ട്രയൽ ബാലൻസിൽ നമ്മളോട് കാര്യങ്ങൾ ഓരോ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ബിൽഡിംഗ്, മിഷനറി, ക്ലോസിംഗ് സ്റ്റോക്ക് എന്നിവയാണ് ഡെബിറ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൽസ്, സാലറി, ഔട്ട്സ്റ്റാൻഡിംഗ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ് എന്നിവ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടും തന്നിട്ടുണ്ട്. എമൗണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡ് മറ്റ് പർച്ചേസ് അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. സാധാരണ പർച്ചേസ് അല്ല, അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ്. അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റഡ് പർച്ചേസ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് ആണ് ഇവിടെ തന്നത്. ഇതിൽ നിന്നും നമ്മൾ പർച്ചേസ് കണ്ടുപിടിക്കണം. അപ്പോൾ പർച്ചേസ് കണ്ടുപിടിക്കുമ്പോൾ ആ ഇക്വേഷൻ ഒന്ന് മാറ്റിയാൽ മതി. പർച്ചേസ് ഈസ് ഈക്വൽ ടു അഡ്ജസ്റ്റഡ് പർച്ചേസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ആ രീതിയിലൊന്ന് ആ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയാൽ മതി. അത് നമ്മൾ ചെയ്യുമ്പോൾ നോക്കാം. അതുപോലെ തന്നെ ബാക്കി സാലറി, ഡയറക്ടേഴ്സ് ഫീസ്, റെൻറ്റ്, ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. 20,000 ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ്, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ 12,000 ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് ₹8 പെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ശ്രീദേവി കമ്പനി എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഷെയർ വാങ്ങിയിട്ടുണ്ട്. അത് 1,20,000 രൂപയാണ്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഉണ്ട്, 28,000 രൂപയുടെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ലൂസ് ടൂൾസ് ഉണ്ട്, 23,000 രൂപ, അത് അസറ്റ് ആണ്. അഡ്വാൻസ് ടാക്സ് 60,000 രൂപ കൊടുത്തിട്ടുണ്ട്. സൺട്രി എക്സ്പെൻസ് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ബാങ്ക് ബാലൻസ്. അതുപോലെ തന്നെ ഇവിടെ ഷെയർ ക്യാപിറ്റൽ 2 lakh ആണ്. 5 lakh വരെ അവർക്ക് ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ അവർ 2 lakh മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനർത്ഥം 2,000 രൂപയുടെ 2,000 നമ്പർ ഓഫ് ഷെയർസ് മാത്രമേ അവർ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 lakh ആണ് ഇവിടെ ഷെയർ ക്യാപിറ്റൽ. റിസർവ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇത് അക്കുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്രെഡിറ്റേഴ്സിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന രീതിയിൽ ഇത് അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ്. 50,000 55,000 രൂപയും തന്നിട്ടുണ്ട് അക്കുമുലേറ്റഡ് ആയിട്ട്. അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു ഇൻകം തന്നിട്ടുണ്ട്. അൺക്ലൈംഡ് ഡിവിഡൻഡ് ആയിട്ട് ഒരു 5,000 രൂപയും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളോട് പറയുന്നത് യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിംഗ് 31st March 2015. 2015 ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൻ്റെ ബാലൻസ് ഷീറ്റാണ് നമ്മളോട് വരക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോർമാറ്റിൽ വരക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റുമാണ് നമ്മൾക്ക് ചെയ്യുവാനുള്ളത്.
അതുപോലെ തന്നെ അത് ചെയ്യുമ്പോൾ തന്നെ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഓഫ് ഫോളോയിങ് ഇൻഫോർമേഷൻ എന്ന് കൂടി പറയുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ബൈ 80,000 എന്നാണ് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂനേക്കാൾ 80,000 കൂടുതലാണ് എന്നുള്ളത് പറയുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 90,000 രൂപയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 80,000 രൂപ കൂടുതലാണോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്ങനെ കാണാം? 90,000-ന് 80,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 10,000 രൂപയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ നമുക്കത് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നുള്ളത് ഇതിൽ പ്രൊവൈഡ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് 4% ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട് ഇവിടെ, അതിൻ്റെ 4% ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മേക്ക് എ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് 50% എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 30% ആണ്. ഇവിടെ 30% ആണ് വരുന്നത്. 30% ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഇൻക്ലൂഡ് ഡിപ്രീസിയേഷൻ 8,000 ബിൽഡിംഗ് 12,000 രൂപയും 8,000 രൂപയാണ് ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ ആയിട്ട് എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡയറക്ടേഴ്സ് റെക്കമെൻഡഡ് ഡിവിഡൻഡ് 25% എന്ന് പറയുന്നുണ്ട്. അതായത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 25% ആണ്. അപ്പോൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 25% നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളെ കമ്പൽസറി ട്രാൻസ്ഫർ ഓഫ് റിസർവ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ 20% കൂടുതലാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഉള്ളതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും റിസർവിലേക്ക് 10%, പ്രോഫിറ്റിൻ്റെ 10% റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് നമ്മൾക്ക് നേരത്തെ നമ്മളൊരു കമ്പനി റൂളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കമ്പൽസറി ആയിട്ട് 10% പ്രോഫിറ്റ് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം ഇവിടെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് 25% ആണ്. 20%-ൽ കൂടുതലാണെങ്കിൽ 10% റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് റൂളാണ്. അതുപോലെ തന്നെ നമ്മളെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് നമ്മൾ കൊടുക്കണം. 17% പ്രോഫിറ്റിന് മുകളിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. അതൊക്കെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾക്ക് നമ്മൾ മനസ്സിലുണ്ടാവേണ്ട കാര്യങ്ങളാണ്. അതൊന്നും ക്വസ്റ്റ്യനിൽ തരില്ല, നമ്മളത് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മളോട് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ നോക്കാം നിങ്ങൾ. ഇത് ഫോർമാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ എൻഡ് 31/3/2015 പറഞ്ഞു. പർട്ടിക്കുലേഴ്സ് ഒരു കോളം. നമ്മുടെ സാധാരണ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്ന പോലെയല്ല, വെർട്ടിക്കൽ ഫോമിലാണ് വരയ്ക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ വിശദമായ രീതിയിൽ തന്നെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കാം, പർട്ടിക്കുലേഴ്സ് ആണ് ആദ്യത്തെ കോളം. പിന്നെ നോട്ട് നമ്പർ, അതുപോലെ തന്നെ റുപ്പീസ്. ഇത് കറണ്ട് ഇയർ റുപ്പീസ് ആണ്. നോട്ട് നമ്പർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബാലൻസ് ഷീറ്റ് ആകട്ടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആകട്ടെ അതിലൊന്നും നമ്മൾ ഈ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കാണിക്കില്ല. കാരണം ഇത് ബിസിനസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫേസ് ആണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം കാര്യങ്ങൾ കാണിക്കില്ല. അവിടെ അതിൻ്റെ ഓരോ ഹെഡിൻ്റെയും എമൗണ്ട് മാത്രമേ, നെറ്റ് എമൗണ്ട് മാത്രമേ കാണിക്കൂ. പിന്നെ വിശദമായിട്ട് നമ്മൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു അക്കൗണ്ട് വരയ്ക്കും. ദാറ്റ് അക്കൗണ്ട് ഈസ് കോൾഡ് നോട്ട് ടു അക്കൗണ്ട് എന്ന് പറയും. നോട്ട് ടു അക്കൗണ്ട് എന്ന് പറയും. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും കൊടുക്കുക. അതിൻ്റെ നോട്ട് നമ്പർ കൊടുക്കും, പർട്ടിക്കുലേഴ്സ് 2 എമൗണ്ട് കോളം കൊടുക്കും. ഇവിടെ നെറ്റ് എമൗണ്ട്, ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എഴുതും. പിന്നെ ആ നെറ്റ് എമൗണ്ട് ആണ് ഔട്ടർ കോളത്തിൽ എഴുതുന്നത്. ഈ നോട്ട് നമ്പർ കൊടുക്കുന്ന 1, 2, 3 അത് നമ്മൾ നമ്മുടെ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഇവിടെ നമ്മൾ കൊടുക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം നോട്ട് നമ്പർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ നോട്ട് നമ്പർ ആയിട്ട് ഇവിടെയും കൊടുക്കും. അവിടെ കൊടുക്കുന്ന അതേ നമ്പർ ഇവിടെ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോവാം. നമ്മൾക്കറിയാം, നമ്മുടെ ഫോർമാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അതിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സെയിൽസ് പ്രൊസീഡിങ്സ് ആണ്, അല്ലെങ്കിൽ സെയിലാണ് സാധാരണ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിൽ തന്നെ സെയിൽസ് തന്നിട്ടുണ്ട്. 5,20,000 രൂപയാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. 5,20,000 രൂപ. ഇവിടെ നോട്ട് നമ്പർ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരിക്കലും നമ്മൾ സെയിൽസ് എന്ന് എഴുതുന്നില്ല. അപ്പോൾ അത് നോട്ട് നമ്പർ 1. നമ്മളെ നോട്ട് അക്കൗണ്ട് നോക്കാം, നോട്ട് ടു അക്കൗണ്ട് നോക്കാം. അവിടെ നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, ഇവിടെ നോട്ട് നമ്പർ 1 ഇവിടെ 1 കൊടുത്തിട്ട് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇവിടെ സെയിൽസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നോട്ട് അക്കൗണ്ടിലാണ് കൊടുക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, അവിടെ ഹെഡിങ് ആയ റവന്യൂ ഫ്രം ഓപ്പറേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ നോക്കി, നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 5,20,000 രൂപ. ഇനി അതേപോലെ തന്നെ അടുത്ത ഐറ്റം വരുന്ന അതർ ഇൻകം ആണ്. അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് അതർ ഇൻകത്തിൽ വരുന്ന കാറ്റഗറിയാണ് പറഞ്ഞത്. നമ്മുടെ ഈ പറയുന്ന ഈ രീതിയിൽ നമ്മൾ നേരത്തെ നമ്മുടെ
പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ അതർ ഇൻകം എന്തൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ. എന്തെങ്കിലും തരത്തിലുള്ള ഈ ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും നെറ്റ് ഗെയിനോ ലോസോ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി കിട്ടുകയാണെങ്കിൽ, അത്തരത്തിൽ എന്തെങ്കിലും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയാണ് അതർ ഇൻകത്തിൽ വരുന്നത്. ഈ കേസിൽ നമുക്ക് അതർ ഇൻകമായിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഏതാ? ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതാണ് അതർ ഇൻകമായിട്ട് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ പറയുന്ന രീതിയിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് അവസാനം അൺക്ലൈംഡ് ഡിവിഡൻഡ് മുകളിലായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 12,000 രൂപ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ അതർ ഇൻകം ആയിട്ട് വരുന്നത്. അത് നമ്മൾ നോട്ട് ടു അക്കൗണ്ടിൽ കാണിച്ചു, അതർ ഇൻകം. അപ്പോൾ ഈ നോട്ട് ടു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കൂടെ താഴെ തന്നെ വരക്കേണ്ടതാണ്. നിർബന്ധമാണ്, ഇത് നിർബന്ധമായിട്ടും വരക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിനും ഇതുപോലെ തന്നെ നോട്ട് ടു അക്കൗണ്ട് വേണം. അവിടെയാണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നത്. അവിടെയുള്ള നെറ്റ് ഫിഗർ മാത്രമേ നമ്മൾ, അതായത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത ഫിഗർ മാത്രമേ നമ്മുടെ സാധാരണ രീതിയിൽ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ അത് നമ്മൾ അതർ ഇൻകം കാണിച്ചു. അപ്പോൾ അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. 5,32,000 രൂപയാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് കൂട്ടിയത്? 5,20,000 രൂപയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന അതർ ഇൻകത്തിൽ വരുന്ന 12,000 രൂപയും കൂട്ടിയിട്ടാണ് 5,32,000 രൂപയാണ് നമ്മൾക്ക് ടോട്ടൽ ഇൻകം ആയിട്ട് വരുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എക്സ്പെൻസ് ആണ്. ഇത് നമ്മുടെ ഫോർമാറ്റിലുള്ള അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻസിൽ ആദ്യം വരുന്നത് പർച്ചേസ് ആണ്. അപ്പോൾ പർച്ചേസ് നോക്കാം. നമ്മൾക്ക് പർച്ചേസ് നേരത്തെ ഞാൻ പറഞ്ഞു, പർച്ചേസ് തന്നത് അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് കാണണം? പർച്ചേസ് കണ്ടുപിടിക്കണം. അപ്പോൾ പർച്ചേസ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റഡ് പർച്ചേസ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അഡ്ജസ്റ്റഡ് പർച്ചേസ്. ഇവിടെ അഡ്ജസ്റ്റഡ് പർച്ചേസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസ് ആണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് പർച്ചേസ് ഈസ് ഈക്വൽ ടു അഡ്ജസ്റ്റഡ് പർച്ചേസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 2,90,000 രൂപയാണ് അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ അതും നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ എക്സ്പെൻസിൽ നമുക്ക് അഡ്ജസ്റ്റഡ് പർച്ചേസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എന്താണ് അതിൽ വരുന്നത് നോക്കാം നമ്മൾക്ക്. അപ്പോൾ നോക്കാം, അഡ്ജസ്റ്റഡ് പർച്ചേസ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഇത് കണ്ടുപിടിച്ചു നമ്മൾ. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പർച്ചേസ് കിട്ടി. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ചേഞ്ചിങ് ഇൻവെൻട്രീസ് ആണ്. നമ്മുടെ ഫോർമാറ്റിലുണ്ട് ചേഞ്ചിങ് ഇൻവെൻട്രീസ്. ചേഞ്ചിങ് ഇൻവെൻട്രീസ്, അപ്പോൾ ഇവിടെ ചേഞ്ചിങ് ഇൻവെൻട്രീസ് നോട്ട് നമ്പർ 3 ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ചേഞ്ചിങ് ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് നോക്കാം. മൂന്നാമത്തെ നമ്പർ ചേഞ്ചിങ് ഇൻവെൻട്രി സ്റ്റോക്കിംഗ് ട്രേഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 രൂപയാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് 90,000 രൂപയാണ്. അപ്പോൾ 10,000 90,000 പോകുമ്പോൾ 80,000 രൂപയാണ് വരുന്നത് മൈനസ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറവാണെങ്കിൽ നമുക്കിവിടെ മൈനസ് ഫിഗർ ആണ് വരിക ചേഞ്ചിങ് ഇൻവെൻട്രിയിൽ അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് ട്രേഡിൽ. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്കിനേക്കാളാണെങ്കിൽ ഇവിടെ നമ്മൾ പോസിറ്റീവ് ഫിഗർ ആണ് വരിക. നിങ്ങൾക്ക് മനസ്സിലാവും, 10,000 90,000 പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് 90,000 പോയി കഴിഞ്ഞാൽ ബാക്കി 80,000 ആണ് വരുന്നത്. അത് മൈനസ് ആണ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റിനകത്ത് ഇട്ടത്. അപ്പോൾ ഈ സാധനം നമുക്ക് ഇവിടെ കാണിക്കാം. ചേഞ്ചിങ് ഇൻവെൻട്രിയിൽ മൈനസിൽ നിന്ന് തന്നെ പറഞ്ഞിട്ട് കാണിക്കാം. ചേഞ്ചിങ് ഇൻവെൻട്രി 3, അതുപോലെ തന്നെ 80,000. ഇനി അടുത്തത് വരുന്ന എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആയിട്ടുള്ളത് സാലറിയാണ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആയിട്ട് സാലറി മാത്രമേ ഉള്ളൂ. ഈ സാലറി വേജസ് ഈ പറയുന്നതൊക്കെയാണ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് ഇവിടെ സാലറി മാത്രമേ ഉള്ളൂ. അത് നോട്ട് നമ്പർ 4 ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ നോട്ട് നമ്പറിൽ അത് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. നോക്കാം. 4 എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് സാലറി 60,000 രൂപ. അപ്പോൾ അത് നമ്മുടെ നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പോയി ചെയ്യുന്നത് ഫിനാൻസ് കോസ്റ്റ് ആണ്. അപ്പോൾ ഫിനാൻസ് കോസ്റ്റ് ആണ് അടുത്ത ഹെഡിങ്ങിൽ വരുന്നത്. ഫിനാൻസ് കോസ്റ്റിൽ എന്തൊക്കെ ഐറ്റം വരും എന്നൊക്കെ നമ്മൾ വിശദമായി തന്നെ ക്ലാസ്സുകളിൽ പറഞ്ഞു. ഫിനാൻസ് കോസ്റ്റിൽ വരുന്ന ഐറ്റം ഒന്ന് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വരും, അതർ ബോറോയിങ് കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടായാൽ വരും, അതുപോലെ തന്നെ അപ്ലിക്കബിൾ നെറ്റ് ഗെയിൻ ഓർ ലോസ് ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായില്ല. അതായത് സാധാരണ ഇതിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസും അതുപോലെ തന്നെ ബോറോയിങ് കോസ്റ്റും അതർ ബോറോയിങ് കോസ്റ്റ് ഒക്കെയാണ് നമ്മുടെ ഈ ഫിനാൻസ് കോസ്റ്റിൽ വരുന്നത്. ആ ഫിനാൻസ് കോസ്റ്റ് നമുക്ക് ഇവിടെ ഉള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആണുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആണുള്ളത്. അതിന് നോട്ടിൽ നമുക്ക് നോക്കാം, നോട്ട് അക്കൗണ്ടിൽ നോക്കാം. ഫിനാൻസ് കോസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഡിബഞ്ചേഴ്സിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിബഞ്ചേഴ്സിന്റെ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. 14% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞത് 2,00,000ന്റെ 14% അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഡിബഞ്ചേഴ്സിന്റെ.
ആ 2,00,000ൻ്റെ 14% ആ എമൗണ്ടാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ കാണിച്ചു. എത്ര? 28,000 രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. അടുത്ത കാര്യങ്ങൾ വരുന്നത് പിന്നെ ഇപ്പം നമ്മൾ കാണിച്ചത് നോക്കാം. അടുത്തതായിട്ട് എംപ്ലോയി അത് കാണിച്ചു. പിന്നെ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷൻ എക്സ്പെൻസ് എത്രയുള്ളത് നോക്കാം. നോട്ട് നമ്പർ 6 ആണ്. നമുക്ക് എങ്ങനെയാണ് അത് കാണിക്കുന്നത് നോക്കാം. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. ഡിപ്രീസിയേറ്റ് ബിൽഡിംഗ് 8,000ഉം ഡിപ്രീസിയേഷൻ ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി 12,000 രൂപയും. അങ്ങനെ 20,000 രൂപയാണ് ഡിപ്രീസിയേഷൻ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഡിപ്രീസിയേഷൻ 20,000 രൂപയാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടത്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു പാരഗ്രാഫ് ആയിട്ട് തന്നെ നമുക്കത് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നത്. ഈ ഡിപ്രീസിയേഷനാണ് നമുക്ക് അവിടെ കാണിക്കാനുള്ളത്. ബാക്കി ഈ പറഞ്ഞ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ നമുക്ക് ബാലൻസ് ഷീറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ 8,000ഉം 12,000ഉം അങ്ങനെ 20,000 രൂപയാണ് നമുക്കതിൽ കാണിക്കാനുള്ളത്. അത് നമ്മളത് കാണിച്ചു കഴിഞ്ഞു. ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷൻ എക്സ്പെൻസ് പറഞ്ഞിട്ട് കാണിച്ചു. ദെൻ അതർ എക്സ്പെൻസ്. ഇനി അതർ എക്സ്പെൻസ് ആണ്. ബാക്കിയുള്ള എക്സ്പെൻസ് ഒക്കെ അതർ എക്സ്പെൻസിലാണ് വരിക. അതർ എക്സ്പെൻസ് എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. അതർ എക്സ്പെൻസിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് ഡയറക്ടേഴ്സ് ഫീസ് ഉണ്ട്, റെന്റ് ഉണ്ട്, അവിടെ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ 3 കാര്യങ്ങൾ. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ട്. മിസ്ലീനിയസ് എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ ഡയറക്ടേഴ്സ് ഫീസും റെന്റും ബാഡ് ഡെപ്റ്റും നേരിട്ട് തന്നെ തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കറിയാം ഡെപ്റ്റേഴ്സിൻ്റെ 4% നമ്മളോട് പ്രൊവിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. ഡെപ്റ്റേഴ്സിൻ്റെ 4% നമ്മളോട് പ്രൊവിഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ 4% എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 1,25,000 രൂപയാണ്. അതിൻ്റെ 4% പ്രൊവിഷൻ കാണണം. അതിൻ്റെ 4% കാണുമ്പോൾ നമുക്ക് 5,000 രൂപയാണ് കിട്ടുന്നത് പ്രൊവിഷൻ. 5,000 രൂപയാണ് ഈ 4% കാണുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഓൾറെഡി പ്രൊവിഷൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നേരത്തെ ഓൾഡ് പ്രൊവിഷൻ എത്ര? 3,000 രൂപയുണ്ട്. ഓൾറെഡി ഇല്ല, ഓൾഡ് പ്രൊവിഷൻ 3,000. നമ്മൾ ടോട്ടൽ പ്രൊവിഷൻ വേണ്ടത് 5,000 രൂപയാണ്. അപ്പോൾ 5,000 രൂപയിൽ നിന്ന് 3,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് നമ്മളെ ഇപ്പോഴത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത്. നമുക്കത് നോക്കാം. 5,000ൽ നിന്ന് 3,000 കുറച്ച് കഴിഞ്ഞാൽ 2,000 രൂപയാണ് പ്രൊവിഷൻ ആയിട്ട് വരുന്നത്. പിന്നെ മിസ്ലീനിയസ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സൺട്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട്. സൺട്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് മിസ്ലീനിയസ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ സൺട്രി എക്സ്പെൻസ് ആണ് നമുക്ക് അതിൽ കാണിക്കാനുള്ളത്. സൺട്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സൺട്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിസ്ലീനിയസ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടിയിട്ടാണ് അതർ എക്സ്പെൻസ് വരുന്നത്. 62,000 രൂപ അതർ എക്സ്പെൻസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂട്ടുമ്പോൾ 3,80,000 രൂപയാണ് വരുന്നത്. ഇതൊക്കെ കൂട്ടിയിട്ട് 80,000 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, മൈനസ് ആയതുകൊണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. 3,80,000 രൂപയാണ് വരുന്നത് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് കാണുന്നത്. 5,32,000 രൂപ ഇൻകവും 3,80,000 രൂപ എക്സ്പെൻസുമാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 1,52,000 രൂപയാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ട് കിട്ടുന്നത്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ട് 1,52,000 രൂപ കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സ് എക്സ്പെൻസ് 30% പറയുന്നുണ്ട്. ടാക്സ് എക്സ്പെൻസ് 1,52,000 ഇൻറ്റു 30%, 45,600 രൂപയാണ് ടാക്സ് പോകുന്നത്. ബാക്കി നമുക്ക് 1,06,400 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കിട്ടുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് 1,06,400 രൂപ. ഇനി അതിൽ നിന്ന് നമുക്ക് ഏർണിംഗ് പെർ ഷെയർ കാണാം. കാരണം നമുക്ക് 2,000 ഷെയർ ആണുള്ളത്. 2,00,000 രൂപയാണ് ഷെയർ ക്യാപിറ്റൽ ഉള്ളത്. അതിന് ഡിവൈഡ് ബൈ 100. ഒരു ഷെയറിൻ്റെ വാല്യൂ 100 അല്ലേ? അപ്പോൾ എണ്ണം എന്ന് പറയുന്നത് 2,000 ആണ്. അപ്പോൾ ഈ 1,06,400 രൂപ ഡിവൈഡ് ബൈ 2,000 ഷെയർ ആണുള്ളത്. അപ്പോൾ ഒരു ഷെയറിൻ്റെ ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിന് 53 രൂപ 20 പൈസയാണ് കിട്ടുന്നത് റിട്ടേൺ എന്ന് പറയുന്നത്, ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ നോക്കാവുന്ന നമുക്ക് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ പ്രോഫിറ്റ് കിട്ടുന്നത് 45,600 രൂപയാണ്. ഇത്രയാണ് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പറയാനുള്ളത്. ഇതിലധികം ഒന്നും സംശയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യങ്ങൾ ഞാൻ വിശദമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോട്ട് അക്കൗണ്ടിൽ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. റവന്യൂ ഫ്രം സെയിലാണ് വരുന്നത്. അതർ ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ചേഞ്ചിങ് ഇൻവെൻട്രി, ഓപ്പണിംഗ് സ്റ്റോക്ക് കുറവാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഫിഗറാണ് വരിക. പിന്നെ എംപ്ലോയി ബെനിഫിറ്റ്, സാലറി, അതുപോലെ തന്നെ ഫിനാൻസ് കോസ്റ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ആണ് വരുന്നത്. അത് ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ അമോർട്ടൈസേഷൻ, ഡിപ്രീസിയേഷൻ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ.
അത് നമ്മൾ കാണിച്ചു. അതർ എക്സ്പെൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതെല്ലാം കാണിച്ചു. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഡെപ്റ്റേഴ്സിൻ്റെ 4%, അതായത് ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂൻ്റെ 4%. അപ്പോൾ 5000 രൂപയാണ് ടോട്ടൽ പ്രൊവിഷൻ വേണ്ടത്. ഓൾഡ് പ്രൊവിഷൻ 3000 രൂപ നേരത്തെ ഉണ്ട്, ബാക്കി 2000 രൂപ നമുക്ക് ഇവിടെ കാണിക്കാം. അതുപോലെ തന്നെ മിസ്ലിനിയസ് എക്സ്പെൻസ് ആയിട്ട് സൺട്രി എക്സ്പെൻസ് ആയിട്ട് തന്നിട്ടുണ്ട് 18,000. അതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അതർ എക്സ്പെൻസ് ആയി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ഇൻകം കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഏത് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് പോവാണ്. ബാലൻസ് ഷീറ്റിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ വിശദമായ രീതിയിൽ ശ്രദ്ധ ഈ ഒരു ക്ലാസ്സിലേക്ക് തന്നെ കൊണ്ടുവരിക. ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 31st March 2015 നമ്മൾ നേരത്തെ പോലെ തന്നെ വെർട്ടിക്കൽ ഫോർമാറ്റിലാണ്. പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, അതുപോലെ തന്നെ റുപ്പീസ്, 31/3/2015 റുപ്പീസ് എമൗണ്ട്. അപ്പോൾ നോട്ട് നമ്പർ നേരത്തെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇവിടെ വരിക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഹെഡിങ്, ബാലൻസ് ഷീറ്റിൻ്റെ ഹെഡിങ് നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് ഹെഡിങ്. അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ആദ്യത്തെ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 2 ലക്ഷം രൂപ. നമ്മൾ ക്വസ്റ്റ്യനിലെല്ലാം തന്നിട്ടുണ്ട് ഷെയർ ക്യാപിറ്റൽ 2 ലക്ഷം രൂപ. അത് നോട്ട് നമ്പർ 8 ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നമുക്കത് നോക്കാം വിശദമായിട്ട്. 8ൽ എന്താണ് എഴുതിയിട്ടുള്ളത്? ദ ഷെയർ ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ 5 lakh എന്ന് പറഞ്ഞു അവിടെ. അതുപോലെ തന്നെ ഈ ഇഷ്യൂ ചെയ്തത് 2000 ഷെയർസ് ഓഫ് 100 ഈച്ച് ആണ്. ഈ 2 lakh ആണ് നമ്മളവിടെ കാണിച്ചിട്ടുള്ളത്. 2 lakh ആണ് നമ്മുടെ അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് നമ്മുടെ അടുത്ത ഹെഡിങ്. റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ 1,12,900 രൂപയാണ് വരുന്നത്. അപ്പോൾ അത് നോട്ട് നമ്പർ 9 ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാനുണ്ട്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. റിസർവ്സ് ആൻഡ് സർപ്ലസ്. ആദ്യം ജനറൽ റിസർവ്. ജനറൽ റിസർവ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ജനറൽ റിസർവ് ബാലൻസ് അറ്റ് ദ ബിഗിനിങ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ റിസർവിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്. ബാലൻസ് നമ്മുടെ നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് നോക്കിയാൽ അറിയാം, 40,000 രൂപ ബാലൻസ് തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ബാലൻസ് അറ്റ് ദ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഹെഡിങ് കൊടുത്തു. ജനറൽ റിസർവ് എന്ന് വീണ്ടും ഒരു ഹെഡിങ് കൊടുത്തു, സബ് ഹെഡിങ്. ബാലൻസ് അറ്റ് ദ ബിഗിനിങ് 40,000 രൂപയാണ് ബാലൻസ് ഉള്ളത്. അതുപോലെ തന്നെ ആഡ് ട്രാൻസ്ഫർ ഫ്രം സർപ്ലസ് ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലുള്ള പ്രോഫിറ്റിൻ്റെ 10% നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ 10% എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് 1,06,400 രൂപയാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ അതായതുകൊണ്ട് തന്നെ പ്രൊപ്പോസഡ് ഡിവിഡൻഡ് 25% കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മൾ പ്രോഫിറ്റിൻ്റെ 10% ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആ എമൗണ്ട് ആണ് 1,10,640 രൂപ എന്ന് പറയുന്നത്. ആ 2 എമൗണ്ടും കൂടിയതാണ് ജനറൽ റിസർവിലേക്ക് പോകുന്ന 50,640 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, അതവിടെയുണ്ട്. ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാനുണ്ട്. കാരണം നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരക്കുന്നില്ല, അത് ജനറൽ റിസർവിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഒരു വൺ ഓഫ് ദ മേജർ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മുടെ ഈ കമ്പനി അക്കൗണ്ടിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കാണിക്കാനുണ്ട്. ഇനി നമ്മൾ വീണ്ടും ചെയ്യാൻ പോവാണ്, അപ്രോപ്രിയേഷൻ കാണിക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ അതിന് നേരെ നമ്മൾ എഴുതി സർപ്ലസ് ഓർ ഡെഫിസിറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് പകരമായിട്ടാണ് നമ്മൾ ഇത് റിസർവിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ റിസർവിൻ്റെ കാര്യം നമ്മൾ എഴുതി 50,640 രൂപ. ഇനി ഇവിടെ നോക്കുക നമ്മൾ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ചിലപ്പോൾ സർപ്ലസ് ആയിരിക്കും, ചിലപ്പോൾ ഡെഫിസിറ്റ് ആയിരിക്കും. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ഹെഡിങ് കൊടുത്തു റിസർവിൽ, നമ്മുടെ ജനറൽ റിസർവിൽ തന്നെ. അതിന് താഴെ ബാലൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. നമുക്ക് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഒരു അക്കമുലേറ്റഡ് പ്രോഫിറ്റ് നമ്മുടെ ട്രയൽ ബാലൻസിൽ 25,000 രൂപ തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് ബാലൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ബാലൻസ്, ഈ വർഷത്തെ ബിഗിനിങ് ബാലൻസ്, ബിഗിനിങ് ആണ്. 25,000 രൂപ എഴുതി. അതിൻ്റെ കൂടെ ആഡ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ. ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ നെറ്റ് പ്രോഫിറ്റാണ് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നമുക്ക് കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, അത് നമ്മളിവിടെ എഴുതി. അങ്ങനെ 1,31,400 രൂപയാണ് നമുക്ക് അത് കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലെസ് അപ്രോപ്രിയേഷൻ. അതാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെയും പ്രോഫിറ്റ് കൂടിയ. അതിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുത്തു തീർക്കാനുണ്ട്. ആ കാര്യങ്ങളാണ് പറയുന്നത്. അപ്രോപ്രിയേഷൻ എന്തൊക്കെയാണ്? ഇത് ഇവിടെയൊക്കെ തന്നെ കാണിക്കാൻ കാരണം നമ്മൾ വീണ്ടും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരക്കേണ്ടതില്ല. ഇവിടെ തന്നെയാണ്, റിസർവിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുക. ലെസ് അപ്രോപ്രിയേഷൻ. ഒന്നാമത്തെ അപ്രോപ്രിയേഷൻ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജനറൽ റിസർവിലേക്ക് നമ്മൾ 10% നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ ചെയ്യണം. കാരണം 25% പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്.
ആ 10% നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു 1,06,000 അത് നേരത്തെ നമ്മൾ കാണിച്ചു. ആ 10,640 ഇവിടെ കാണിച്ചു. അത് ഈ പ്രോഫിറ്റിൽ നിന്ന് കുറയുന്നതായിട്ടാണ്. പിന്നെ അതുപോലെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർസിന്റെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അതായത് ഇക്വിറ്റി ഷെയർസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപയുടെ 25% പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മളെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അതായത് 50,000 രൂപ. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുക്കണം 17%. ഏതിന്റെ? ഈ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ആയ 50,000ത്തിന്റെ 17% കൊടുക്കണം. അത് 8,500 രൂപ. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂട്ടിയിട്ടാകുമ്പോൾ 69,140 രൂപയാണ് കിട്ടുന്നത്. ഈ 69,140 രൂപ ഏതിൽ നിന്നാണ് കുറക്കേണ്ടത്? അല്ല ഏതിനാണ്? 1,31,400 രൂപയാണ് ഉള്ളത് നമ്മുടെ പ്രോഫിറ്റ്. അതിൽ നിന്ന് അതിന്റെ അപ്രോപ്രിയേഷൻ ആയ 69,440 69,140 ഈ 3 കാര്യങ്ങളും കൂട്ടിയിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ 62,260. 62,260 രൂപ മാത്രമേ പ്രോഫിറ്റ് ബാലൻസ് ഉള്ളൂ. അതും അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ നേരത്തെ നമ്മൾ കാണിച്ച ഈ 50,640 രൂപ നമ്മുടെ റിസർവിലേക്ക് പോയത്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്ന 1,12,900 രൂപയാണ്. 1,12,900 രൂപയാണ് നമ്മുടെ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിൽ നമ്മുടെ ഏതിൽ വരുന്നത്? ബാലൻസ് ഷീറ്റിൽ വരുന്നത്. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിൽ 9ാമത്തെ നോട്ടായിട്ട് 1,12,900 രൂപയാണ് വരുന്നത്. ഈ രീതിയിലാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത നോൺ കറണ്ട് ലാബിലിറ്റി ആണ്. നോൺ കറണ്ട് ലാബിലിറ്റിയിൽ ലോങ് ടേം ലാബിലിറ്റി നമുക്കുള്ള ലോങ് ടേം ബോറോയിങ്സ് ആണ്. ലോങ് ടേം ബോറോയിങ്സ് നമുക്ക് നോക്കാം. നോട്ടിൽ ഏതാണ് ലോങ് ടേം ബോറോയിങ്സ് ഉള്ളത് നമ്മുടെ ഇതിൽ നിന്ന് നമുക്ക് നോക്കാം. ലോങ് ടേം ബോറോയിങ്സ് ആയിട്ട് നമുക്കുള്ളത് 14% ഡിബെഞ്ചേഴ്സ് ആണ് 2 ലക്ഷം രൂപയുടെ. അത് ലോങ് ടേം ബോറോയിങ്സ് ആയിട്ട് വരും. അത് നമ്മൾ നോട്ട് 10 ആയിട്ടാണ് കാണിക്കുന്നത്. ലോങ് ടേം ബോറോയിങ്സ് ഈ പറയുന്ന രീതിയിൽ 2 ലക്ഷം രൂപ അത് കാണിച്ചു. പിന്നെ കറണ്ട് ലാബിലിറ്റി, വേറെ ലോങ് ടേം ലാബിലിറ്റി ഒന്നുമില്ല. കറണ്ട് ലാബിലിറ്റി ആയിട്ട് വരുന്ന ട്രേഡ് പേയബിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ട്രേഡ് പേയബിൾ 11ാമത്തെ നോട്ടായിട്ടാണ് 92,000 രൂപയാണ് അതിൽ വരുന്നത്. 11ാമത്തെ നോട്ടായിട്ടാണ് അതിൽ വരുന്നത്. 92,000 രൂപയാണ് അതിൽ വരുന്നത്. നമുക്ക് നോക്കാം. ഈ പറയുന്ന നോട്ട് നമ്പർ 11 ട്രേഡ് ക്രെഡിറ്റേഴ്സ് 92,000 രൂപയാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന ഷോർട്ട് ടേം പ്രൊവിഷൻ അതർ കറണ്ട് ലാബിലിറ്റി. അതർ കറണ്ട് ലാബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. 12ാമത്തെ നോട്ടാണ്. അതർ കറണ്ട് ലാബിലിറ്റി നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതർ കറണ്ട് ലാബിലിറ്റി തന്നിട്ടില്ല. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ പറഞ്ഞിട്ട് ഒരു കറണ്ട് ലാബിലിറ്റി തന്നിട്ടുണ്ട് 14,000 രൂപ. പിന്നെ അൺപെയ്ഡ് ഡിവിഡൻഡ് കൊടുക്കാത്ത അൺക്ലൈംഡ് ഡിവിഡൻഡ് അല്ലെങ്കിൽ അൺപെയ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം തന്നിട്ടുണ്ട് നമ്മൾ കൊടുക്കാത്തത്. അപ്പോൾ അതുണ്ട്. ഇത്ര 5,000 രൂപയുടെ അതുണ്ട്. അതുപോലെ തന്നെ 14,000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്രൂഡ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അതുണ്ട്. അതുപോലെ തന്നെ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ കാണിക്കണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിച്ചു. അപ്പോൾ ആ എമൗണ്ടും കൂടി വരുമ്പോൾ 2,000 രൂപയാണ് അത് തന്നിട്ടുള്ളത്. ആ 2,000 രൂപയും കൂടി അതിൽ കാണിക്കുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് വന്നു? 21,000 രൂപയാണ് അതർ കറണ്ട് ലാബിലിറ്റി ആയിട്ട് വരുന്നത്. അതർ കറണ്ട് ലാബിലിറ്റി ആയിട്ട് 22,000 രൂപയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കാണിക്കാനുള്ളത്. നമ്മളുടെ അതർ കറണ്ട് ലാബിലിറ്റി ആയിട്ട് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് കാണിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ അതർ കറണ്ട് ലാബിലിറ്റിയുമായി 21,000 രൂപ അതർ കറണ്ട് ലാബിലിറ്റി ആയി. ഇനി അടുത്ത് വരുന്നത് ഷോർട്ട് ടേം പ്രൊവിഷൻ ആണ്. ഷോർട്ട് ടേം പ്രൊവിഷൻ 13ാമത്തെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഷോർട്ട് ടേം പ്രൊവിഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 13ാമത്തെ ഷോർട്ട് ടേം പ്രൊവിഷൻ ഫോർ കറണ്ട് ടാക്സ്. പ്രൊവിഷൻ ഫോർ കറണ്ട് ടാക്സ് നമ്മൾ ടാക്സ് കൊടുക്കാൻ വേണ്ടി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് 45,600 രൂപയുണ്ട്. പിന്നെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ഇതൊക്കെയാണ് ഷോർട്ട് ടേം പ്രൊവിഷനിൽ വരുന്നത്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 50,000 രൂപ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഷോർട്ട് ടേം പ്രൊവിഷനാണ്, അതിൽ വന്നു. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് 8,500 രൂപയുണ്ട്. ഇത് മൂന്നുമാണ് കൂടുന്നത്. ശ്രദ്ധിക്കുക, ഒന്ന് ഈ വർഷത്തെ കറണ്ട് ടാക്സ്, പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, പിന്നെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ഇത് മൂന്നും കൂടിയ 1,04,100 രൂപയാണ് ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് വരുന്നത്. ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് 1,04,100 രൂപയാണ് ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൂട്ടിക്കഴിഞ്ഞു. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 7,30,000 രൂപയാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ലാബിലിറ്റി സൈഡായിട്ട് വരുന്നത്. 7,30,000 രൂപ. അപ്പോൾ ആ സൈഡ് കഴിഞ്ഞു. പിന്നീട് നമ്മൾ തരുന്നത് അത് ടോട്ടൽ നമ്മൾ എഴുതി. പിന്നീട് നമ്മൾ അസറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ആദ്യം നോൺ കറണ്ട് അസറ്റ്, അതിൽ ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റിൽ ടാഞ്ചിബിൾ അസറ്റ് നോട്ട് നമ്പർ 14 ആണ് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് നോക്കാം.
ടാഞ്ചിബിൾ അസറ്റ് ബിൽഡിംഗ് ആണ് വരുന്നത്. 2,90,000 രൂപ ബിൽഡിങ്ങിന്റെ വാല്യൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ അവിടെ ലെസ് ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റിൽ തന്ന് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിച്ചു. അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ട് 2,40,000 രൂപ. അതുപോലെ തന്നെ മിഷനറിയുടേത് 1,00,000 നിന്ന് അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 55,000 പോയാൽ ബാക്കി 45,000 രൂപ. അത് രണ്ടും കൂടിയ 2,85,000 രൂപയാണ് നമ്മുടെ ഈ ഫിക്സഡ് അസറ്റിൽ ടാഞ്ചിബിൾ അസറ്റായ അസറ്റിൽ ബിൽഡിങ്ങും മെഷീനറിയും ആയിട്ട് വരുന്നത്. അത് നമ്മൾ അവിടെ കാണിച്ചു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ വരുന്ന ഐറ്റംസ് നോക്കാം നമുക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് 15 നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ 1,200 ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞു എ ലിമിറ്റഡിൽ നിന്ന് ശ്രീദേവി ലിമിറ്റഡ് ഒരു അവരുടെ ഷെയർ ഡിബഞ്ചേഴ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ 12,000 രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ 12,000 അല്ല, 1,20,000 രൂപ. 1,200 ഷെയറിന് 100 രൂപ വെച്ചിട്ട് 1,20,000 രൂപയുടെ ഡിബഞ്ചർ എവിടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്? നമ്മളുടെ ഷെയർ എവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്? എ ലിമിറ്റഡിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണിക്കാം. ഓക്കെ, അതാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടി കാണിച്ചു കഴിഞ്ഞു. പിന്നീട് നമുക്ക് വരുന്നത് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റിൽ ഇൻവെന്ററീസ്, ട്രേഡ് റിസീവബിൾ, ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇൻവെന്ററീസിന്റെ കാര്യം പറയുന്നത് നോക്കാം. ഇൻവെന്ററിസ്റ്റ് നമ്മൾ സ്റ്റോക്കിംഗ് ട്രേഡ്, നമ്മുടെ കയ്യിൽ സ്റ്റോക്കിംഗ് ട്രേഡ് എത്രയുള്ളത്? 90,000 രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്കാണുള്ളത്. അതിൻ്റെ കൂടെ ഈ ലൂസ് ടൂൾസിൻ്റെ നമ്മുടെ കയ്യിലുണ്ട്. ആ ലൂസ് ടൂൾസും കൂടി ആഡ് ചെയ്തിട്ട് ഇൻവെന്ററീസ് 1,13,000 രൂപയാണ് വരുന്നത്. 1,13,000 രൂപയാണ് ഇൻവെന്ററീസ് വരുന്നത്. അതുപോലെ തന്നെ ട്രേഡ് റിസീവബിൾ, ട്രേഡ് ഡെപ്റ്റേഴ്സ് 1,20,000 രൂപ ട്രേഡ് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ അവിടെ കാണിക്കുന്നുണ്ട്. ട്രേഡ് ഡെപ്റ്റേഴ്സ് 1,00,000 ട്രേഡ് ഡെപ്റ്റേഴ്സ് 1,20,000 രൂപ. നമുക്കറിയാം ഡെപ്റ്റേഴ്സ് 1,25,000 രൂപയാണ് നമ്മളെ ഇതിലുള്ളത്. പക്ഷെ അതിൽ നിന്ന് എന്ത് പോകുന്നുണ്ട്? 5,000 രൂപയുടെ ഡെപ്റ്റേഴ്സിന്റെ പ്രൊവിഷൻ കുറച്ചിട്ട് ബാക്കിയുള്ള 1,20,000 രൂപയാണ് ഡെപ്റ്റേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി ക്യാഷ് ആൻഡ് ഈക്വലൻസ് ബാങ്ക് ബാലൻസ് ആണ് 30,000 രൂപ വരുന്നത്. അത് നമ്മൾ കാണിച്ചു. പിന്നെ വരുന്നത് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ് ആണ്. അങ്ങനെ വരുന്നത് അഡ്വാൻസ് ടാക്സ് ആണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലുണ്ട് അഡ്വാൻസ് ടാക്സ് ആയിട്ട് 60,000 കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കറണ്ട് അസറ്റ് ആണ്. പിന്നെ അതർ കറണ്ട് അസറ്റിൽ വരുന്ന ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. 2,000 രൂപയുടെ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്തായിട്ട് കാണിക്കാം? നമുക്ക് നമ്മുടെ കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കാം. അതർ കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കാം. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അതർ കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നമുക്ക് നോക്കാം അത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റിൽ ഇൻവെന്ററീസ് നമ്മൾ പറഞ്ഞു, ലൂസ് ടൂൾസും കൂടി കൂട്ടിയിട്ടുള്ളത്. ട്രേഡ് റിസീവബിൾ നമ്മൾ പറഞ്ഞു 1,20,000, 1,25,000 5,000 പോയി ടാക്സ് ആയിട്ട് ഇതായിട്ട് പ്രൊവിഷനായിട്ട് അത് കൂട്ടി. പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് 30,000 രൂപയാണ് നമ്മുടെ ബാങ്ക് ബാലൻസ് ഉള്ളത്. ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ് 60,000 രൂപ അഡ്വാൻസ് ടാക്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അത് വന്നു. പിന്നെ അതർ കറണ്ട് അസറ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് അതും കാണിച്ചു 2,000 രൂപ. ഇതും കൂടി കാണിക്കുമ്പോൾ ടോട്ടൽ 7,30,000 രൂപയാണ് അസറ്റ് സൈഡിലും വരുന്നത്. ഈ രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ ഫോർമാറ്റ് നിർബന്ധമായിട്ടും അറിയണം. പിന്നീട് നമ്മൾ നോട്ട് ടു അക്കൗണ്ടിൽ ഓരോ ഐറ്റവും കാണിച്ചിട്ട് ആ സംഭവമാണ് നമ്മൾ അവിടെ ഓരോ സ്ഥലങ്ങളിലും കാണിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. നമ്മുടെ ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് തന്നെ നിങ്ങൾ നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വാട്സപ്പ് മെസ്സേജ് അയക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ അത് വളരെ വിശദമായ രീതിയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു.